ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രക്ഷോഭം അവസാനിപ്പിച്ച് ചർച്ചയ്ക്കെത്താൻ കർഷകരോട് കേന്ദ്രം. 4ാംഘട്ട ചർച്ച നാളെ. ഇന്ത്യൻ ഓഹരി വിപണികളിലേക്കുള്ള വിദേശ പണമൊഴുക്ക് വർദ്ധിക്കുന്നു. ബുറേവി ചുഴലിക്കാറ്റ് നാളെ തമിഴ്നാട് തീരം തൊടുമെന്ന് മുന്നറിയിപ്പ്. കേരളവും അതീവ ജാഗ്രതയിൽ. സംസ്ഥാനത്ത് മഴ ശക്തമായേക്കും. രാജ്യത്ത് തുടർച്ചയായ 24ാം ദിവസവും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 50,000-ൽ താഴെ. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്കിൽ നേരിയ കുറവ്. ഐഎസ്എല്ലിൽ മുംബൈ സിറ്റിക്ക് തകർപ്പൻ ജയം. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ 3ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമത്തിനും തുറന്ന ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. ശ്രീ തോമർ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, സഹമന്ത്രി സോം പ്രകാശ് എന്നിവർ ഇന്നലെ സമരം നടത്തുന്ന കർഷകരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചർച്ചയിൽ കാർഷിക പരിഷ്കാരങ്ങൾ കൊണ്ട് കർഷകർക്കുണ്ടാവുന്ന നേട്ടം സംബന്ധിച്ച് കർഷകരുടെ പ്രതിനിധികളെ മന്ത്രിമാർ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിൽ കർഷകരുടെ നിരവധി വിഷയങ്ങൾ സംബന്ധിച്ച് ദീർഘമായ ചർച്ചകൾ നടന്നു. കർഷകരുടെ ക്ഷേമത്തിന് സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും കാർഷിക പുരോഗതിക്കാണ് എല്ലായ്പ്പോഴും മുൻഗണനയെന്നും ശ്രീ തോമർ പറഞ്ഞു. കർഷകരുടെ വിഷയങ്ങൾ പഠിക്കാനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാമെന്ന് സർക്കാർ നിർദ്ദേശം മുന്നോട്ടുവച്ചു. കർഷക പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ചർച്ചകൾ നാളെ തുടരും. പ്രക്ഷോഭം അവസാനിപ്പിച്ച് ചർച്ചകൾക്കായി മുന്നോട്ട് വരണമെന്ന് കർഷകരോട് സർക്കാർ അഭ്യർത്ഥിക്കുന്നതായി ശ്രീ നരേന്ദ്രസിംഗ് തോമർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യൻ ഓഹരി വിപണികളിലേക്കുള്ള വിദേശ പണമൊഴുക്ക് വർദ്ധിക്കുന്നു. എഫ്പിഐ, നേരിട്ടുള്ള വിദേശ നിക്ഷേപം, കോർപ്പറേറ്റ് ബോണ്ട് എന്നിവ വഴി ആഭ്യന്തര വിപണിയിലേക്കുള്ള പണമൊഴുക്കാണ് വർദ്ധിച്ചത്. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിലും വിപണിയിലും നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിതെന്നാണ് വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി പ്രവീണ പ്രകാശ്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിദേശ ഓഹരി നിക്ഷേപങ്ങളിൽ വൻ വർധന ഉണ്ടായതായി കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. ഓഹരി നിക്ഷേപം ഏറ്റവും ഉയർന്ന നിലയിലെത്തി. നവംബർ 28 വരെ 62,782 കോടിയുടെ വിദേശ നിക്ഷേപമെത്തി. 60,358 കോടിയുടെ ഓഹരി നിക്ഷേപവും വന്നു. 2,424 കോടിയുടെ എഫ്പിഐ അറ്റ നിക്ഷേപവും എത്തി. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 28,102 ദശലക്ഷം $ന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം രാജ്യത്തെത്തി. നേരിട്ടുള്ള ഓഹരി നിക്ഷേപം 23,441 കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 2020 സെപ്റ്റംബറിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 15% വർദ്ധിച്ച് 30,000 കോടി എത്തിയതായും ധനമന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബംഗാൾ ഉൾക്കടലിൽ രൂപംപ്പെട്ട ബുറേവി ചുഴലിക്കാറ്റിനെ തുടർന്ന് തെക്കൻ കേരളം, തെക്കൻ തമിഴ്നാട് തീരങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദമാണ് ശക്തി പ്രാപിച്ച് ബുറേവി ചുഴലിക്കാറ്റായത്. കഴിഞ്ഞ 6 മണിക്കൂറിൽ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശ്രീലങ്കൻ തീരത്ത് നിന്ന് ഏകദേശം 330 കിലോമീറ്റർ ദൂരത്തിലും കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 740 കിലോമീറ്റർ ദൂരത്തിലുമാണ്. ഇന്ന് വൈകിട്ടോടെ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം കടക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാറ്റിന്റെ വേഗം 85 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റ് നാളെ രാത്രിയോടെ തമിഴ്നാട് തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ തമിഴ്നാട് തീരമേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുറേവി ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചു. നിലവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള സുരക്ഷിത സ്ഥാനത്ത് തിരിച്ചെത്തണം. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിൽ ജനങ്ങളും വ്യവസായങ്ങളും സുപ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. രാജ്യത്ത് വൻകിട വ്യവസായങ്ങളിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം കുറഞ്ഞു. പുനരുപയോഗ ഊർജ്ജം കമ്പനികൾ ഉപയോഗിക്കാൻ തുടങ്ങി. പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാവുന്ന സാങ്കേതിക വിദ്യകൾ ഗവേഷകർ വികസിപ്പിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ 2 സർവകലാശാലകളിൽ കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷ നടത്താതെ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. യുജിസി നിബന്ധനകൾക്ക് വിരുദ്ധമാണ് സർവകലാശാലകളുടെ തീരുമാനമെന്നും ഓൺലൈനായോ നേരിട്ടോ പരീക്ഷകൾ നടത്തുവാൻ കഴിയുമെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ മറുപടി നൽകാൻ തമിഴ്നാട് സർക്കാരിനോടും സർവകലാശാലകളോടും കോടതി നിർദ്ദേശിച്ചു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങളിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും നീതിപീഠം ചൂണ്ടിക്കാട്ടി.
ജമ്മു കാശ്മീർ ജില്ലാ വികസന കൌൺസിൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 48.62% പോളിംഗ് 43 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശർമ്മ അറിയിച്ചു 25 മണ്ഡലങ്ങൾ കാശ്മീർ താഴ്വരയിലും 18 ജമ്മു ഡിവിഷനിലുമാണ് 321 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് ശനിയാഴ്ച നടന്ന ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ 52% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു ബോർഡ് ഓഫ് ട്രേഡ് യോഗത്തെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അഭിസംബോധന ചെയ്യും വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പരിപാടി 2021-26 കാലയളവിലെ വിദേശ വ്യാപാര നയം യോഗത്തിൽ ചർച്ചാ വിഷയമാകും ആഭ്യന്തര ഉൽപ്പാദനം കയറ്റുമതി തുടങ്ങിയവ മെച്ചപ്പെടുത്താൻ സ്വീകരിച്ച നടപടികളും ചർച്ച ചെയ്യും മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ഫാക്ടറി പോലും മറ്റ് സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകേണ്ടി വരില്ലെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ പറഞ്ഞു ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ ശ്രീ താക്കറെ മഹാരാഷ്ട്രയെ വ്യാപാര സൌഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം രാജ്യത്ത് തുടർച്ചയായ 24 ദിവസങ്ങളായി പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 50,000-ന് താഴെ തുടരുന്നു കഴിഞ്ഞ ദിവസം 31,118 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി 42,000-ഓളം പേർ രോഗമുക്തരായി രോഗമുക്തി നിരക്ക് 94%-ഓളമായി 88,90,000-ത്തിലധികം പേരാണ് ഇതുവരെ രോഗമുക്തരായത് 4,35,603 പേർ രാജ്യത്ത് ചികിത്സയിലുണ്ട് കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് കോവിഡ് രോഗമുക്തി 6,151 പേർക്ക് രോഗം ഭേദമായപ്പോൾ 5,375 പേർക്ക് കൂടി കോവിഡ് കണ്ടെത്തി രോഗസ്ഥിരീകരണ നിരക്ക് 9.14%-ആയി താഴ്ന്നു ആകെ 58,809 സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 26 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ മരണസംഖ്യ 2,270 ആയി സംസ്ഥാനത്ത് ഇപ്പോൾ 61,092 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 685 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു 51,854 സാമ്പിൾ പരിശോധനകളാണ് നടത്തിയത് ആന്ധ്രാപ്രദേശിൽ സാമ്പിൾ പരിശോധനകൾ 1 കോടി പിന്നിട്ടു ഇന്നലെ 1,094 പേർ രോഗമുക്തരായതായി അധികൃതർ അറിയിച്ചു ലോകത്ത് 62.84 കോടി പേർക്ക് കോവിഡ് രോഗം ബാധിച്ചതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി 1.4 കോടി പേർ മരിച്ചു ദശലക്ഷക്കണക്കിന് പേരാണ് കോവിഡ് മൂലം പ്രതിസന്ധിയിലായത് ഐക്യരാഷ്ട്ര സംഘടന $35 ദശലക്ഷം സാമ്പത്തിക സഹായം 2021ലേക്ക് നൽകും 235 ദശലക്ഷം പേർക്ക് അടുത്ത വർഷം ഐക്യരാഷ്ട്ര സംഘടന സഹായം എത്തിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് 33-ൽ ഒരാൾക്ക് സഹായം എത്തിക്കേണ്ടി വരും അമേരിക്കൻ പ്രതിനിധികൾ കോവിഡിനെ ചെറുക്കാനുള്ള പദ്ധതികൾ വിശദമാക്കി 2 കോടി പേർക്ക് അടുത്ത വർഷം വാക്സിൻ നൽകും യൂറോപ്യൻ യൂണിയനിൽ ഈ വർഷം അവസാനത്തോടെ വാക്സിൻ വിതരണം ആരംഭിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മുംബൈ സിറ്റി എഫ്സിക്ക് തകർപ്പൻ ജയം എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ മുംബൈ തകർത്തത് മുംബൈയ്ക്ക് വേണ്ടി ആദം ലെ ഫോണ്ടറയുടെ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഫെർണാൻ സന്റാന 3ാം ഗോൾ നേടി ഇന്ന് ഹൈദരാബാദ് എഫ്സി ജംഷഡ്പൂരിനെ നേരിടും ഗോവയിൽ രാത്രി 7:30-ക്കാണ് മത്സരം ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് നേരത്തെ നടന്ന 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട് പരമ്പര നഷ്ടപ്പെട്ട ഇന്ത്യയ്ക്ക് പരിപൂർണമായ കീഴടങ്ങൽ ഒഴിവാക്കാൻ ഇന്നത്തെ വിജയം അനിവാര്യമാണ് ഇന്നത്തെ മത്സരം ക്യാൻബറയിലാണ് വീടുകളിൽ പുരപ്പുര സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള 200 മെഗാവാട്ടിന്റെ പദ്ധതി കൂടി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചു മുൻപ് അനുവദിച്ച 50 മെഗാവാട്ടിന് പുറമെയാണിത് കേരളത്തിന് പുറമെ കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്ക് മാത്രമേ 100 മെഗാവാട്ടിൽ കൂടുതൽ അനുവദിച്ചിട്ടുള്ളൂ ബംഗ്ലാദേശിൽ വംഗബന്ധു ഷേഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്ന ഭീകര സംഘടന ഫെഫസാത്ത് ഇ ഇസ്ലാം മേധാവി ജുനൈദ് ബാബു നാഗരി ജോയിന്റ് സെക്രട്ടറി മമനുൽ ഹഖ് എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധാക്കയിൽ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ പ്രതിഷേധം നടത്തി 60ഓളം സംഘടനകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രക്ഷോഭം അവസാനിപ്പിച്ച് ചർച്ചയ്ക്കെത്താൻ കർഷകരോട് കേന്ദ്രം 4ാം ഘട്ട ചർച്ച നാളെ ഇന്ത്യൻ ഓഹരി വിപണികളിലേക്കുള്ള വിദേശ പണമൊഴുക്ക് വർദ്ധിക്കുന്നു ബുറേവി ചുഴലിക്കാറ്റ് നാളെ തമിഴ്നാട് തീരം തൊടുമെന്ന് മുന്നറിയിപ്പ് കേരളവും അതീവ ജാഗ്രതയിൽ സംസ്ഥാനത്ത് മഴ ശക്തമായേക്കും രാജ്യത്ത് തുടർച്ചയായ 24ാം ദിവസവും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 50,000-ൽ താഴെ കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്കിൽ നേരിയ കുറവ് ഐഎസ്എല്ലിൽ മുംബൈ സിറ്റിക്ക് തകർപ്പൻ ജയം ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം
അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.